1894 വടക്കൻ പരവൂരിൽ ഊരാളി എന്ന സ്ഥലത്ത് ഐപ്പ് ആശാൻ്റെ മകനായി E.I. ജേക്കബ് എന്ന ഭക്തനായ മനുഷ്യൻ ജനിക്കുന്നത്. 10ാം ക്ലാസ് വരെ മിടുക്കനായി പഠിച്ചു. 10ാം ക്ലാസ് പാസ്സായി. പരവൂരിലെ സെഷൻ കോടതിയിൽ ബെഞ്ച് ക്ലർക്കായി ജോലി ലഭിച്ചു യൗവനപ്രായത്തിൽ തന്നെ. എന്നാൽ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മകനും തന്നെ പോലെ കർത്താവിൻ്റെ വേലക്കാരനാകണം എന്നതായിരുന്നു. താൻ ചുമക്കുന്ന വേദപുസ്തകം തൻ്റെ മകനും ചുമന്ന് അനേക ആത്മാക്കളെ തമ്പുരാന് വേണ്ടി ആദായപ്പെടുത്തുവാൻ വേർതിരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഐപ്പ് ആശാൻ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും. എന്നാൽ താൻ ആയിരുന്ന ആ കോടതിയിൽ വിശ്വസ്തതയോടുകൂടെ ഒരു സുവിശേഷകന് ദർശനത്തിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. ഒരുപാട് ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കളങ്കം പേറാതെ ജീവിച്ച വിശ്വസ്തനായ ഒരു ബെഞ്ച് ക്ലർക്കായിരുന്നു E.I. ജേക്കബ് സാറ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി E.I. ജേക്കബിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു വന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു, സാറൊന്ന് കണ്ണടച്ചാൽ മാത്രമേ എനിക്ക് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാറ് നിയമമൊന്നും അത്ര ഗൗരവമായി നോക്കരുത്, എൻ്റെ ഈ ഒരു ആവശ്യത്തിൽ സാറ് സഹായിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്കൊരു സ്വർണ്ണ നാണയം ഇട്ടുകൊടുത്തു. ജേക്കബ് സാർ അവിടെ നിന്നിട്ട് പറഞ്ഞു, ദയവായ സ്വർണ്ണ നാണയം തിരികെ എടുക്കുക, അതെൻ്റെ കൈകൊണ്ട് ഞാൻ തൊടുകയില്ല. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭക്തനാണ്. ഒരു കാരണവശാലും എനിക്ക് കൈക്കൂലി ആവശ്യമില്ല. നിയമത്തിൻ്റെ വഴിയിലല്ലാതെ ഞാൻ ഒന്നും പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷകൻ്റെ ദർശനത്തോടെ പ്രവർത്തിച്ച് E.I. ജേക്കബ് സാറ് അധികം വൈകാതെ തന്നെ അപ്പൻ്റെ പ്രാർത്ഥന പോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ആലുവ മണപ്പുറത്ത് പോലും നിന്ന് യേശു രക്ഷകനെന്ന് പ്രസംഗിച്ച ഭക്തനായ മനുഷ്യൻ, അനേകരെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തിയ ഭക്തൻ, നന്നായി ഫിഡില് വായിക്കും. അദ്ദേഹത്തിൻ്റെ ഫിഡില് വായന കേൾക്കാൻ വേണ്ടിയാണ് പരസ്യങ്ങൾ ആളുകൾ തടിച്ചുകൂടുമായിരുന്നത്. എന്നാൽ തൻ്റെ പ്രവർത്തന വഴികൾ ഒരുപാട് എതിർപ്പുകൾ അനുഭവിക്കേണ്ടി വന്നു. എതിർപ്പുകൾ ഏറുമ്പോൾ അദ്ദേഹം പ്രത്യാശയിൽ ശക്തിപ്പെടുവാനിടയായി തീർന്നു. എപ്പോഴും ശോഭയുള്ള മുഖത്തോടെയാണ്, പ്രത്യാശയുള്ള മുഖത്തോടെയാണ് കർത്താവിൻ്റെ സ്നേഹത്തെ അദ്ദേഹം അറിയിച്ചതും അനേകരെ തമ്പുരാന് വേണ്ടി നേടിയതും. അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? എതിർപ്പുകൾ ഒട്ടനവധിയായി അങ്ങയുടെ ജീവിതത്തിലുണ്ടല്ലോ, പ്രതിസന്ധികൾക്കൊന്നും കുറവില്ലല്ലോ, എങ്കിലും എങ്ങനെയാണ് ഈ മുഖത്തെ ശോഭയോടെ കർത്താവിൻ്റെ സ്നേഹത്തെ പങ്കിടാൻ കഴിയുന്നത്? ഭക്തൻ പാടിയൊരു പാട്ടിൽ അത് പറയുന്നുണ്ട്. അദ്ദേഹം പാടിയത് പ്രകാരമാണ്: നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിന്മധുരാമൃതവചനം ഖിന്നതയാകവേ പോക്കും, നിന്മധുരാമൃതവചനം ഖിന്നതയാകവേ പോക്കും, മഹിമയേഴും പരമേശ പാഹിമാമേശു മഹേശ, മഹിമയേഴും പരമേശ പാഹിമാമേശു മഹേശ. പ്രതിസന്ധികളുടെ നടുവിലും എങ്ങനെയാണ് പ്രത്യാശയോടെ കർത്താവിൻ്റെ സ്നേഹത്തെ പങ്കിടാൻ കഴിയുന്നത് എന്ന് ചോദിച്ച ഭക്തൻ ഈ പാട്ടിലൂടെ ഇതിന് മറുപടി പറയുകയാണ്. കർത്താവേ, നിന്റെ മുഖകാന്തി എൻ്റെ മ്ലാനത മാറ്റാൻ പര്യാപ്തമാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയതില്ലല്ലോ. അതുമാത്രമല്ല, നിന്റെ മധുരാമൃത വചനം എൻ്റെ ഖിന്നതകളെ അകറ്റാൻ പര്യാപ്തമാണ്. നിന്റെ മാറ്റമില്ലാത്ത വചനം, സത്യവചനം എൻ്റെ ഖിന്നതകളെ, എൻ്റെ കളങ്കങ്ങളെ, എൻ്റെ കുറവുകളെ പരിഹരിച്ച് പൂർണ്ണതയിലേക്ക് എന്നെ നയിപ്പാൻ പര്യാപ്തമാണല്ലോ. കർത്താവേ, നിന്റെ മുഖകാന്തി ശരണപ്പെടുന്നവനും നിന്റെ വചനത്തെ ആശ്രയിക്കുന്നവനും ഇങ്ങനെയല്ലാതെ മറ്റൊരു വഴിയിൽ നടക്കാൻ, ഇങ്ങനെയല്ലാതെ കർത്താവിന്റെ സ്നേഹത്തെ പങ്കിടാൻ കഴിയില്ലല്ലോ. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യമെന്ന് ഭക്തനായ E.I. ജേക്കബ് സാർ പാടി അദ്ദേഹം പ്രഘോഷിച്ചു. അപ്രകാരം സാക്ഷിയായി നിലകൊണ്ടു.
ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ ചേർന്ന് വന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മുമ്പിൽ സമയം ഇനി ഒരു 45 മിനിറ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് സുദീർഘമായ ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് പറഞ്ഞു 8:30 മണിയാണ് സാധാരണ വചന ശുശ്രൂഷ അവസാനിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ആ വചന ശുശ്രൂഷ പൂർത്തിയാക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങളോട് പങ്കിടുവാൻ ഏറെ പ്രാർത്ഥനയോടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന വചനമാണ് നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്കേറെ പരിചിതമായ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടത് ദീർഘമായ ആ വേദഭാഗം മുഴുവൻ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യവും 34-ാമത്തെ വാക്യവും ധ്യാനത്തിന് ആധാരമായി ഞാൻ വായിക്കുകയാണ്. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. 34-ാമത്തെ വാക്യം, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ ഒരു സൗഖ്യദായക ശുശ്രൂഷയാണ് 5-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വേദഭാഗം വായിക്കാത്തവരായി, ഈ വേദഭാഗത്തിൽ നിന്ന് ധ്യാനങ്ങൾ കേൾക്കാത്തവരായി, ഒരുപക്ഷെ പ്രസംഗിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഒരു വേദഭാഗം തന്നെ നിങ്ങളോട് പങ്കിടണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അത് വളരെ പ്രാർത്ഥനയോടെ നിറവേറ്റാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയായി ഞാനതിനെ തിരിച്ചറിയുകയാണ്. യേശു കർത്താവ് സൗഖ്യദായകനായ ക്രിസ്തുവാണ്. അവൻ സൗഖ്യം തരുന്നത് പോലെ ആർക്കും സൗഖ്യം തരാൻ കഴിയില്ല. യേശു കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ നിസ്തുല്യത നമുക്ക് ഈ വേദഭാഗത്ത് പഠിക്കുവാനായിട്ട് സാധിക്കും. ഈ വേദഭാഗത്ത് മാത്രമല്ല, കർത്താവ് സൗഖ്യം നൽകിയ എല്ലാ രംഗങ്ങളെയും നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ യുണീക്നെസ് എല്ലായിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ യുണീക്നെസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവിന് സൗഖ്യം തരാൻ സ്ഥലം ഒരു വിഷയമേ അല്ല. ദി പ്ലേസ് ഈസ് നോട്ട് an issue for Christ. At any place he can heal you. ഏത് സ്ഥലത്തും കർത്താവ് സൗഖ്യം നൽകുന്നവനാണ്. അത് പർവ്വതത്തിലാണെങ്കിലും താഴ്വാരങ്ങളിലാണെങ്കിലും കടലോരങ്ങളിലാണെങ്കിലും ചന്തസ്ഥലത്താണെങ്കിലും സിനഗോഗിലാണെങ്കിലും തെരുക്കോണിലാണെങ്കിലും കബർനഹൂമിലെ വീട്ടിലാണെങ്കിലും ഏത് സ്ഥലത്തും എൻ്റെ കർത്താവ് സൗഖ്യം നൽകുന്നവനാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, സൗഖ്യം ഇവിടെയും സാധ്യമാണ്. സൗഖ്യം തേടി എങ്ങും ഓടേണ്ട കാര്യമില്ല. ഹീലിംഗ് ഈസ് പോസിബിൾ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും ചിന്തിക്കുന്നത് ചില ഇടങ്ങളിൽ പോയാലേ സൗഖ്യം കിട്ടുകയുള്ളൂ, ചില ആളുകൾ പ്രാർത്ഥിച്ചാലേ സൗഖ്യം കിട്ടുകയുള്ളൂ, ചില ആളുകൾ കൈവച്ചാലേ സൗഖ്യം കിട്ടുകയുള്ളൂ. എൻ്റെ കർത്താവിൻ്റെ സൗഖ്യം അങ്ങനെയല്ല. അറ്റ് എനി പ്ലേസ് ഹി ക്യാൻ ടച്ച് യു, ഹി ക്യാൻ ഹീൽ യു. ഏത് സ്ഥലത്തും അവൻ സൗഖ്യം നൽകുന്ന കർത്താവാണ്. ഇത് കർത്താവിന് മാത്രം നൽകാൻ കഴിയുന്ന സൗഖ്യമാണ്. ദൈവത്തിന് മഹത്വം. രണ്ടാമതായി കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ മറ്റൊരു യുണീക്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദി പേഴ്സൺ ഈസ് നോട്ട് an issue. വ്യക്തി കർത്താവിന് വിഷയമല്ല. ഏത് വ്യക്തിയെയും കർത്താവ് സൗഖ്യമാക്കും. പ്രായം വിഷയമല്ല, അവൻ്റെ ജെൻഡർ വിഷയമല്ല. പുരുഷനാണോ സ്ത്രീയാണോ, യുവാവാണോ യുവതിയാണോ, ബാലനാണോ അല്ലെങ്കിൽ കൈക്കുഞ്ഞാണോ, ഏത് വ്യക്തിയും, കറുത്തവനാണോ വെളുത്തവനാണോ, പണക്കാരനാണോ പാമരനാണോ, ആരാണെങ്കിലും എൻ്റെ കർത്താവിന് വിഷയമല്ല. വ്യക്തി തമ്പുരാന്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ ഇസ് നോട്ട് an issue. കർത്താവിന് ഏത് വ്യക്തിയും സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എനിക്കും സൗഖ്യം സാധ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സൗഖ്യം സാധ്യമാണ്. ഏത് വ്യക്തിയെയും സൗഖ്യമാക്കാൻ, ഏത് വ്യക്തിയും തൊടാൻ എൻ്റെ കർത്താവിന് കഴിയും. എൻ്റെ കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ മാത്രം യുണീക്നെസ്സായി നാം രണ്ടാമതായി കാണണം പ്രിയമുള്ളവരെ. മൂന്നാമതായി നാം കാണേണ്ട യുണീക്നെസ്, ദി സിക്നെസ് ഈസ് നോട്ട് an issue. ഏത് രോഗത്തെയും യേശു സൗഖ്യമാക്കും. ഇന്ന് സ്പെഷ്യാലിറ്റീസിൻ്റെ കാലമാണ്.
ഇല്ലേ? ഡെർമറ്റോളജി ഡോക്ടർ ഒരിക്കലും ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കാറില്ല. ഏത് രോഗത്തെയും യേശുവിന് മാത്രമേ സൗഖ്യമാക്കാൻ പറ്റൂ. കർത്താവ് പരിശോധിക്കുന്നതിൻ്റെ ഒരു ഭാഗമല്ല, നിന്റെ ഒരു വിഷയം മാത്രമല്ല, നിന്റെ ജീവിതത്തെ മുഴുവനായിട്ടാണ് അവൻ തൊടുന്നത്. നിന്നെ മുഴുവനായിട്ടാണ് അവൻ സൗഖ്യമാക്കുന്നത്. കർത്താവ് നൽകുന്ന സൗഖ്യം ഒരു രോഗത്തിൻ്റെ സൗഖ്യമല്ല, രോഗിയുടെ സൗഖ്യമാണ്. നിന്റെ ആളത്വത്തിൻ്റെ വീണ്ടെടുപ്പാണ്, നിന്റെ വ്യക്തിത്വത്തിൻ്റെ രൂപാന്തരമാണ് കർത്താവിൻ്റെ സൗഖ്യം. ഏത് രോഗത്തെയും എൻ്റെ കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ. നിന്റെ പ്രശ്നം എന്തു തന്നെയായിരുന്നാലും, അത് മാനസികമായ പ്രതിസന്ധിയാണെങ്കിലും, നിന്റെ ശരീരത്തിൻ്റെ ക്ലേശങ്ങളാണെങ്കിലും, നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചകളാണെങ്കിലും, നിന്റെ ബന്ധങ്ങളിലെ വീഴ്ചകളാണെങ്കിലും, നിന്റെ രഹസ്യ ജീവിതത്തിൻ്റെ പരാജയമാണെങ്കിലും, നിന്റെ ഏത് പ്രശ്നത്തെയും പരിഹരിപ്പാൻ കഴിയുന്നവൻ്റെ സന്നിധിയിലാണ് ഈ രാത്രി നാം ചേർന്ന് വന്നിരിക്കുന്നത്. കർത്താവിന് രോഗം വിഷയമേ അല്ല. ഏത് രോഗത്തെയും നിന്റെ മനസ്സിനും ആത്മാവിനും ശരീരത്തിനും സൗഖ്യം തരുന്ന ഒരു നാം ഈ രാത്രി ചേർന്ന് വന്നിരിക്കുന്നത്. 4 പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടെ ആ ഭാഗത്ത് ഞാൻ പറയട്ടെ. സമയം കർത്താവിന് വിഷയമല്ല. അറ്റ് എനി ടൈം ഹി ക്യാൻ ടച്ച് യു, അറ്റ് എനി ടൈം ഹി ക്യാൻ ഹീൽ യു. ഏത് സമയത്തും കർത്താവിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. അതിന് പ്രത്യേകം അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല, അതിന് സമയം നോക്കേണ്ട കാര്യമില്ല. സമയഭേദം കൂടാതെ, ഹല്ലേലൂയ, സമയഭേദം കൂടാതെ അടുത്ത് ചെല്ലാൻ കഴിയുന്നവൻ ഈ ക്രിസ്തു മാത്രമാണ്. അത് അവൻ്റെ മാത്രം യുണീക്നെസ് ആണ്. ഈ ലോകത്തിൽ ഒരുവനും അങ്ങനെ സൗഖ്യം തരുന്നവനല്ല. ഏത് സമയത്തും അവൻ നിന്നെ സൗഖ്യമാക്കാൻ മതിയായവനാണ്. അത് രാവിലെ ആണെങ്കിലും, മധ്യാഹ്നമാണെങ്കിലും, സന്ധ്യാസമയമാണെങ്കിലും, ജീവിതത്തിൻ്റെ അർദ്ധരാത്രിയാണെങ്കിലും, എല്ലാവരും ഉറങ്ങുന്ന രാത്രികാലങ്ങളാണെങ്കിലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ തൂക്കുന്ന, നിനക്ക് ആരും കാണാതെ കരയണമെന്ന് തോന്നുന്ന ആ കരച്ചിലിൻ്റെ സമയത്തും, വീട്ടിലാരും അറിയരുത്, ബാത്റൂമിൽ പൈപ്പ് തുറന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ സമയത്തും, അവിടെയും ഏത് സമയത്തും കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ്. നിന്റെ ഞരക്കം പോലും അറിയുന്നവനാണ് അവൻ. നിന്റെ ഹൃദയത്തിൻ്റെ വേദനകളെ മനസ്സിലാക്കുന്നവനാണ് അവൻ. അതവന് മാത്രം സൗഖ്യമാണ്. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ 4 യുണീക്നെസ്സാണ് ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവിന് സ്ഥലം വിഷയമല്ല, കർത്താവിന് വ്യക്തി വിഷയമല്ല, കർത്താവിന് രോഗം വിഷയമല്ല, കർത്താവിന് സമയം വിഷയമല്ല. അങ്ങനെയെങ്കിൽ എനിക്കും ഈ രാത്രി സൗഖ്യം സാധ്യമാണ്. ഇത് രക്തസ്രാവക്കാരി സ്ത്രീയുടെ സൗഖ്യം മാത്രമല്ല, ഇന്ന് രാത്രി വചനം കേൾക്കാൻ വന്ന എല്ലാവരുടെയും അനുഭവമാണത്. ഷാജിയച്ചൻ്റെ അനുഭവമാണ്, വിളിക്കുന്ന ഓരോരുത്തരുടെ അനുഭവമാണ്. ഇതെന്നെ ബാധിക്കുന്ന വിഷയമാണ്, എന്നെ സംബന്ധിക്കുന്ന വേദഭാഗമാണ്. പാലസ്തീൻ നാട്ടിൽ എവിടെയോ നടന്ന ഒരു കഥയല്ല, ഒരു സംഭവമല്ല. ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു അനുഭവമായി നാം ഇതിനെ തിരിച്ചറിയുവാനായിട്ടിടയായിത്തീരണം. ഇത് കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ യുണീക്നെസ്സായി നാം തിരിച്ചറിയാൻ ഒന്നാം ഭാഗത്ത് നമുക്ക് ഇടയായിത്തീരട്ടെ. രണ്ടാമത്തെ ഭാഗം നാം പരിശോധിക്കുമ്പോൾ, ഈ രക്തസ്രാവക്കാരി സ്ത്രീക്ക് യേശു കർത്താവിൻ്റെ അരികിൽ വരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സ്ത്രീയാണ്. അവളുടെ മുമ്പിൽ തടസ്സങ്ങളല്ലാതെ യാതൊരു സാധ്യതയും അന്നത്തെ കാലത്ത് അവൾക്കുണ്ടായിരുന്നില്ല. അവളുടെ മുമ്പിൽ തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ആ തടസ്സങ്ങളെ എല്ലാം അതിജീവിപ്പാൻ അവൾ സന്നദ്ധയായത് കൊണ്ട് മാത്രമാണ് അവൾക്ക് യേശു കർത്താവിൻ്റെ അടുകിൽ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത്. എന്താണ് അവളുടെ തടസ്സങ്ങൾ? ഒന്നാമത്തെ തടസ്സം ഫിസിക്കൽ ഇൽനെസ് ആണ്. അവളുടെ ശാരീരികമായ രോഗം തന്നെയാണ് അവളുടെ ഒന്നാമത്തെ തടസ്സം. ഷീസ് ഫിസിക്കലി ഇൽ. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല, 12 കൊല്ലമായി രോഗിയാണ്. ബ്ലീഡിങ് ആണ്. സ്ത്രീകൾക്കത് വ്യക്തമായി മനസ്സിലാകും. ശരീരം ആകപ്പാട് ക്ഷീണമാണ്. എഴുന്നേറ്റ് നടക്കാൻ ത്രാണിയില്ല. വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ള ബലമില്ല. ഇതാരോടും പറയാൻ പറ്റുന്ന വിഷയമല്ല. അപ്രകാരം 12 വർഷമായി നീറിപ്പുകയുന്ന ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ. ഫിസിക്കലി ഇല്ലാണ്. അവൾക്ക് പറയാം, എനിക്ക് യേശുവിൻ്റെ അടുക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ശരീരം എന്നെ അനുവദിക്കുന്നില്ല. എൻ്റെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, എൻ്റെ ശരീരം ബലഹീനമാണ്, എനിക്ക് വരാൻ പറ്റില്ലെന്ന് അവൾക്ക് വേണേൽ പറയാം. ഫിസിക്കലി ഷീ ഈസ് നോട്ട് കേപ്പബിൾ ടു വോക്ക്. അവൾക്ക് അങ്ങനെ ഓടി നടന്ന് ഇപ്രകാരം യേശുവിൻ്റെ അടുക്ക് വന്ന് ഈ കാര്യം ഉണർത്തിക്കാൻ
നടക്കാനുള്ള ആരോഗ്യമില്ല, ഫിസിക്കലി ഇല്ലാണ്. ശാരീരികമായിട്ട് അവൾ തളർന്നു പോയൊരു സ്ത്രീയാണ്. അവൾക്ക് പറയാം, ഒന്നാമത്തെ ഹിൻഡ്രൻസ് ഇതാണ്, എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് വരാൻ ഉള്ള ശാരീരിക ബലമില്ലെന്ന് പറയാം. പക്ഷേ അവൾ ആ ശാരീരികമായ ബലഹീനതയും അതിജീവിച്ചു എന്നുള്ളതാണ്. ഇവിടെ വന്നവരെല്ലാം ബലമുള്ളവരൊന്നുമല്ല. ബലഹീനതകളുള്ളവരുണ്ട്, വേദനകളുള്ളവരുണ്ട്, ഭാരങ്ങളുള്ളവരുണ്ട്, നാളെ ട്രീറ്റ്മെൻറ്റിന് പോകാൻ ഒരുങ്ങുന്നവരുണ്ട്, സർജറിക്ക് വിധേയപ്പെടാൻ ഒരുങ്ങുന്നവരുണ്ട്, ചില രോഗങ്ങൾ ഇങ്ങനെയാണോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരൊക്കെയുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത ചില വിഷയങ്ങൾ ഉള്ളിൽ പേറി പ്രാർത്ഥിക്കുന്നവരുണ്ട്. രാജു ചാൻ പറഞ്ഞാൽ വിഷയം എഴുതി കൊടുക്കാൻ മടിയുള്ളവരുണ്ട്. ഇതാര് കേട്ടാൽ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കുന്നവരൊക്കെയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാലും നമ്മൾ വന്നു. ദൈവത്തിന് സ്തോത്രം. ശാരീരികമായിട്ട് ഒത്തിരിയേറെ ക്ലേശങ്ങൾ 12 കൊല്ലമായി അനുഭവിച്ചിട്ടും ഷീ കെയിം ടു ദി ഫീറ്റ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ പാദപീഠത്തിൽ അവൾ എത്തി. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ തടസ്സം അതാണ്. രണ്ടാമത്തെ തടസ്സം എന്താണ്? സെറിമോണിയൽ ഇംപ്യൂരിറ്റിയാണ്. സെറിമോണിയലി ഷീ ഈസ് ഇംപ്യൂർ. ന്യായപ്രമാണപ്രകാരം വിലക്കുള്ളവളാണ്. ന്യായപ്രമാണത്തിൻ്റെ യാതൊരു അകമ്പടിയും അവൾക്കില്ല. ന്യായപ്രമാണം അവളെക്കുറിച്ച് പറയുന്നത്, നീ അശുദ്ധയാണ്. നീ മാത്രമല്ല, നിന്റെ വീട്ടിലുള്ളവർ അശുദ്ധരാണ്. നിന്നെ കാണുന്നവർ അശുദ്ധരാകും. നിന്നെ തൊടുന്നവർ അശുദ്ധരായി പാർക്കേണ്ടി വരും. നീ സെറിമോണിയൽ ഇംപ്യൂറാണ്. ന്യായപ്രമാണം നിനക്ക് യാതൊരു വിധത്തിൽ ഒരു അനുകൂലമായ ഒരു നിലപാട് പറയുന്നില്ല. യു ആർ സെറിമോണിയൽ ഇംപ്യൂർ. നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ അനുവാദമില്ല. മോശയുടെ കാലം മുതലുള്ള ന്യായപ്രമാണം വിലക്ക് കൽപ്പിച്ച രോഗമാണിത്. അവൾക്ക് പറയാം, എനിക്ക് വരാൻ കൊതിയുണ്ട്, പക്ഷേ എൻ്റെ മുമ്പിലെ ന്യായപ്രമാണം എഴുതപ്പെട്ട അലംഘനീയമായ നിയമങ്ങൾ എനിക്ക് തടസ്സമാണ്. ഐ എം സെറിമോണിയലി ഇംപ്യൂർ. എന്നെ മുദ്ര കുത്തിയത് നീ അശുദ്ധ എന്നാണ്. അശുദ്ധിയായി പാർക്കാൻ വിധിക്കപ്പെട്ടവളാണ്. അവൾക്ക് വേണേൽ രണ്ടാമത്തെ തടസ്സം പറയാം, ഐ എം സെറിമോണിയലി ഇംപ്യൂർ. ന്യായപ്രമാണ പ്രകാരം വിലക്കുള്ളവനാണ്. ബട്ട് ഷീ കെയിം. അവൾ വന്നു. പ്രിയമുള്ളവരെ, അവളുടെ മുമ്പിലുള്ള എല്ലാ തടസ്സവാദങ്ങളെയും എല്ലാ ന്യായപ്രമാണത്തിന് അലംഘനീയമായ നിയമങ്ങളെയും ഒക്കെ അവൾ അതിജീവിച്ചുകൊണ്ട് യേശുതമ്പുരാൻ്റെ പാദപീഠത്തിൽ വന്നു. രണ്ടാമത്തെ ഹിൻഡ്രൻസിനെയും അവൾ തരണം ചെയ്തു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മൂന്നാമതായി നാം ഇവിടെ കാണുന്ന പ്രത്യേകത എന്തെന്നറിയാമോ? അൺഅപ്രീഷിയേറ്റബിൾ പ്രസൻസ് ആണ്. അവളുടെ സാന്നിധ്യം ആരും ആഗ്രഹിക്കുന്നില്ല. അൺഅപ്രീഷിയേറ്റബിൾ പ്രസൻസ് ആണ്. ആരും അവളെക്കുറിച്ച് അയ്യോ നീ വന്നില്ലല്ലോ കൂട്ടായ്മയ്ക്ക്, എന്താ വരാഞ്ഞത് എന്ന് ചോദിക്കുന്ന ഒരാൾ പോലും അവൾ പോകുന്ന ഇടങ്ങളിലില്ല. അവളുടെ സാന്നിധ്യം ആർക്കും താല്പര്യമില്ല. അൺഅപ്രീഷിയേറ്റബിൾ പ്രസൻസ് ആണ്. 18 കൊല്ലമായി കൂനുപാലിച്ച സ്ത്രീയെ പോലെ ആരും അവളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ല. കാരണം അവളുടെ രോഗം അപ്രകാരം സെറിമോണിയൽ ഇംപ്യൂറായ രോഗമാണ്. അവൾ വിലക്കുള്ളവളാണ്. അവൾ ഇപ്രകാരം വേറിട്ട് പാർക്കാൻ, അശുദ്ധിയായി പാർക്കാൻ വിധിക്കപ്പെട്ടവളാണ്. അവളുടെ സാന്നിധ്യം ആരും ആഗ്രഹിക്കുന്നില്ല. വന്നില്ലല്ലോ എന്ന് ആരും പരാതി പറയാറില്ല. എൻ്റെ സാന്നിധ്യം ആർക്കും വേണ്ട, ആർക്കും എന്നെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാ ഞാൻ വരുന്നതെന്ന് അവൾക്ക് പറയാം. അൺഅപ്രീഷിയേറ്റബിൾ പ്രസൻസ് ആണ്. ആരും അവളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് നീയോടെ സ്തോത്രം. ആരും അവളെ അംഗീകരിക്കുന്നില്ലെങ്കിലും, ആരും അവളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവൾക്കറിയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുവൻ്റെ സന്നിധിയിലാണ് ഞാൻ വരുന്നത്. അവൻ എന്നെ അറിയുന്നത് പോലെ ആരും എന്നെ അറിയുന്നില്ല. അവൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന പോലെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എൻ്റെ കണ്ണുനീരിൻ്റെ കാരണം അവൻ അറിയുന്നത് പോലെ ആർക്കും എന്നെ കണ്ണുനീരിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അവൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആർക്കും എന്നെ സ്നേഹിക്കാനും കഴിയില്ല. ഐ എം അൺഅപ്രീഷിയേറ്റബിൾ പ്രസൻസ് ആണ് എൻ്റെ ചുറ്റും. പക്ഷേ ഐ ആം അറ്റ് ദി ഫീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഞാൻ അവൻ്റെ പാദപീഠത്തിലാണെന്ന് അവൾ പറയുകയാണ്. മൂന്നാമത്തെ തടസ്സത്തെയും അവൾ അതിജീവിച്ചു എന്നുള്ളത് ഈ വേദഭാഗം നമുക്ക് മൂന്നാമത്തെ പ്രത്യാശയുടെ ദൂതാണ്. അവളുടെ പ്രശ്നം എന്താണ്? ഷീ ഹാഡ് നോ നെയിം. പേരില്ല. ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. അവൾക്ക് പേരില്ല. എന്താ നിൻ്റെ പേര്? രക്തസ്രവക്കാരി സ്ത്രീ എന്നാ പേര്. ബ്ലീഡിങ് വുമൺ, അതാ അവളുടെ പേര്. അവളുടെ ബലഹീനതയാണ് അവളുടെ പേര്. അവളുടെ ജീവിതത്തിൻ്റെ പരിമിതിയാണ് അവളുടെ പേര്. അവളുടെ ഇല്ലായ്മയാണ് അവളുടെ പേര്. അവളുടെ രോഗമാണ് അവളുടെ പേര്. നോ നെയിം. ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. വേദപുസ്തകം എഴുതിയപ്പോൾ പോലും അവളുടെ പേര് പറയുന്നില്ല. നിരാശപ്പെടരുതേ പ്രിയമുള്ളവരെ, ഇവിടെ പ്രത്യാശയുടെ ദൂതുണ്ട് കേട്ടോ.
അവസാനമാകുമ്പോൾ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തമ്പുരാന് പേര് വിഷയമൊന്നുമല്ല കേട്ടോ. പേര് ദൈവത്തിന് വിഷയമേ അല്ല. ശൂനേംകാരിത സ്ത്രീ പേരില്ല. എത്ര ആഴമേറി വിശ്വാസത്തിന്റെ ഉടമയാണ്. സാരാപത്തിലെ വിധവ പേരില്ല. എത്രയോ ധന്യമായ ജീവിതത്തിന് ഉടമയാണ് സാരാപത്തിലെ വിധവ, പേരില്ല. പ്രവാചക ശിഷ്യന്റെ ഭാര്യ കടം കയറി നശിച്ചു പോകാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ്, പേരില്ല. അവളുടെ ജീവിതം എത്രയോ ധന്യമായി ഇന്ന് നാം സാക്ഷ്യമായി വായിക്കുന്നു പ്രിയമുള്ളവർ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. ഹല്ലേലൂയ. പേരില്ലാത്ത എത്രയോ പേരുണ്ട്. വരണ്ട കൈയുള്ള മനുഷ്യൻ പേരില്ല. 2 കാശിട്ട വിധവ പേരില്ല. കൂനിയായ സ്ത്രീ പേരില്ല. കനാന്യ സ്ത്രീ, ഭൂതബാധയുള്ള മകളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിന്റെ പുറകെ നടന്ന കനാന്യ സ്ത്രീ പേരില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 5 അപ്പവും 2 മീനും തമ്പുരാന്റെ പാദപീഠത്തിൽ 5000 അത്ഭുതമായി സമർപ്പിച്ച ചെറുബാലകൻ പേരില്ല. കർത്താവിന് പേര് വിഷയമല്ല, കർത്താവിന് പ്രവൃത്തിയാണ് വിഷയം. പേരും പെരുമയും തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജീവിതമാണ് പ്രധാനം, നിന്റെ വിശ്വാസമാണ് പ്രധാനം. That matters. Faith matters. Hallelujah. നിന്റെ പേരോ പെരുമയോ പ്രശസ്തിയോ ഒന്നും ദൈവത്തിന് വിഷയമേ അല്ല. നിന്നിൽ പ്രവർത്തിപ്പാൻ ദൈവത്തിന് ആവശ്യം your faith matters. Hallelujah. അവൾക്ക് പറയാം, എനിക്ക് പേരില്ല, പേരില്ലാത്ത ഞാൻ എന്തിനാ കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്? അവൾ വന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒക്കെ പറയാൻ തടസ്സങ്ങൾ ഒത്തിരിയുണ്ട്. ഫിസിക്കലി ഞാൻ ശാരീരികമായിട്ട് രോഗിയാണ്. സെറിമോണിയിൽ ഇമ്പ്യൂറാണ്. ന്യായപ്രമാണം വിലക്ക് കൽപ്പിച്ച രോഗമാണ് എൻ്റേത്. 3 എൻ്റെ സാന്നിധ്യം ആരും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കുന്നില്ലെന്ന് നമുക്ക് പറയാം. അതും തടസ്സമായില്ല പ്രിയമുള്ളവരെ. 4 അവളുടെ ഇല്ലായ്മയാണ്, അവളുടെ രോഗമാണ് അവളുടെ പേരായി മാറിയത്. അത് അവൾക്കൊരു വിഷയമല്ല. അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെയാണ്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൊക്കെ നാം പാഠമാക്കേണ്ട ഒരുപാട് ആത്മീയ സത്യങ്ങൾ ഈ പെൺകുട്ടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിരാശപ്പെട്ടു പോകാനിടയാകരുതേ. വെല്ലൂർ CMCയിലൊരു ചെക്കപ്പിന് പോയി. ഞാൻ ഗൈഡൻസ് സെൻ്ററിലാണ് താമസിച്ചത്. മാർത്തോമാ ഗൈഡൻസ് സെൻ്ററിൽ താമസിച്ചു. ഞാൻ ബുധനാഴ്ച രാവിലെയാണ് എത്തിയത്. തലേന്ന് ഞാൻ തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞു, അച്ഛാ പ്രത്യേകമായി അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. നാളെ അച്ഛൻ്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് വൈകിട്ടൊരു കുർബാനയുണ്ട്. നമ്മുടെ ഗൈഡൻസ് സെൻ്ററിലെ ചാപ്പലിൽ അച്ഛൻ കുർബാന അനുഷ്ഠിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അനുഷ്ഠിക്കാം. ഞാനതിനു വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി. സാധാരണ കുർബാന അർപ്പിക്കുന്നത് പോലെ അർപ്പിക്കാൻ പറ്റുന്നൊരു കുർബാനയായിരുന്നില്ലത്. പട്ടദശൂഷയിൽ 28 വർഷങ്ങൾ കഴിയുന്നെങ്കിലും ഞാനന്ന് കുർബാന അർപ്പിച്ചത് സാധാരണ അർപ്പിക്കുന്നത് പോലെയല്ല. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ 42 മുറികളുണ്ട്. 42 മുറികളിലും 42 ദുഃഖങ്ങൾ പേറുന്നവരാണ്. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, കീമോ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ക്യാൻസർ ബാധിച്ച് ബ്രസ്റ്റ് റിമൂവ് ചെയ്തവരുണ്ട്, സർജറി കഴിഞ്ഞ് റേഡിയേഷന് വിധേയപ്പെടുന്നവരുണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികളാണ്. നട്ടലിന് വളവുണ്ടായി സർജറി കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അമ്മമാരോടൊപ്പം ഉണ്ട്. ഈ അപ്പവീഞ്ഞുകൾ നിങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും സൗഖ്യത്തിന് കാരണമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പവീഞ്ഞുകൾ നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നവരൊക്കെ അതങ്ങനെ വിശ്വസിച്ചാണ് സ്വീകരിക്കുന്നത്. കർത്താവേ, ഇത് ഞങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും സൗഖ്യമായി തീരണമേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാം. അച്ഛൻ പ്രാർത്ഥിക്കും. ഇങ്ങനെ ചിലരൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. ഒരു സഹോദരി എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ വന്നൊരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് 5 വർഷമായി ട്രീറ്റ്മെൻറ്റിലാണ്. എല്ലാ വർഷവും ഇങ്ങനെ റിവ്യൂവിന് വരും. അങ്ങനെ റിവ്യൂവിന് വന്നപ്പോൾ വീണ്ടും ഒരു ടെസ്റ്റിന് വിധേയപ്പെട്ടു. ടെസ്റ്റിന് വിധേയപ്പെട്ടപ്പോൾ മനസ്സിലായി എൻ്റെ ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ടെന്ന്. നാളെ അതിനെ ആൻജിയോഗ്രാം ചെയ്യുകയാണ് അച്ഛാ. അച്ഛൻ പ്രാർത്ഥിക്കണം. പറയുന്നത് ചിരിച്ചോണ്ടാ. ഞാൻ ചോദിച്ചു, ആൻറ്റി ഇങ്ങനെ സന്തോഷത്തോടെ? കുഴപ്പമില്ല അച്ഛാ, ഞാൻ കർത്താവിന് രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വചനത്തിൽ മാത്രമായിരുന്നു, ഇതിപ്പോൾ എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണത്. എനിക്ക് നിരാശയിൽ എൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് സൗഖ്യം തന്ന കർത്താവ് ഈ ബ്രെയിൻ ട്യൂമറിൽ നിന്നും സൗഖ്യം തരാൻ മതിയായ ദൈവമാ.
തന്നില്ലേലും കുഴപ്പമില്ല അച്ഛാ, അവനെ വിട്ട് പിരിയത്തില്ല. ഞാൻ അവനെ അനുഭവിച്ചറിഞ്ഞവനാ. അവിടാണ് ഞാൻ ആ പ്രിയ സഹോദരിയുടെ ശിരസിന്മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചെന്ന് ഓർക്കുന്നു. തടസ്സങ്ങളില്ലെന്നല്ല, തടസ്സങ്ങളുണ്ടെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം നീ സൗഖ്യം നൽകാൻ കഴിയുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലാ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൾ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് തമ്പുരാന്റെ പാദപീഠത്തിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അവൾ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് എങ്ങനെയാണ് വന്നത്? അവൾ കർത്താവിനെ അപ്രോച്ച് ചെയ്ത വിധങ്ങൾ എന്താണ്? അവൾ നമ്മെ പഠിപ്പിക്കുന്ന 3 പാഠങ്ങൾ മൂന്നാമത്തെ ഭാഗത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവൾ എങ്ങനെ, ഇവിടെ യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നെ ആരോ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ഹൂ ടച്ച് മീ? ആരാണ് എന്നെ തൊട്ടത്? എന്നെ തൊട്ട ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കൂടെയുള്ള ശിഷ്യന്മാർ ഒരു കർത്താവെ എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. എത്ര ആളുകൾ തിക്കിത്തിരക്കുന്നുണ്ട്, ആരാ തൊട്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, എന്നെ ആരോ തൊട്ടു. അപ്പോൾ അങ്ങനെയെങ്കിൽ അവൾ യേശുവിനെ സ്പർശിച്ചത് എങ്ങനെയാണ്? ഒന്നാമതായി നാം ഈ വേദഭാഗത്ത് മനസ്സിലാക്കേണ്ട സുവിശേഷം ഇതാണ്. ഷീ ടച്ച്ഡ് ഔട്ട് ഓഫ് കൺവിക്ഷൻ. തിരിച്ചറിവോടെ അവൾ യേശുവിനെ തൊട്ടു. വെറുതെ അവൾ തൊട്ടതല്ല, അവൾ തിരിച്ചറിവോടെ തൊട്ടു. അവൾ അനേക നാളുകളായി, 12 കൊല്ലമായി രോഗത്തിൻ്റെ ശമനം പ്രാപിപ്പാൻ വേണ്ടി പലയിടങ്ങളിൽ പോയവളാണ്. അങ്ങനെ പോയ ആ ഒരു മനോഭാവത്തിലല്ല അവൾ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നത്. അവൾ തിരിച്ചറിവോടെ തൊട്ടു. അവൾ ആരെയാണ് തൊടുന്നതെന്ന് വ്യക്തമായി ബോധ്യത്തോടെ തൊട്ടു. അവൻ രക്ഷകനാണെന്ന് മനസ്സിലാക്കി തൊട്ടു. അവൻ സൗഖ്യമാക്കുന്ന കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞു തൊട്ടു. അവനാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് ബോധ്യപ്പെട്ടു തൊട്ടു. അവൾ നന്നായി മനസ്സിലാക്കിയാണ് തൊട്ടത്. ടച്ച് ഔട്ട് ഓഫ് കൺവിക്ഷൻ. തിരിച്ചറിവോടെ കർത്താവിൻ്റെ അടുക്കൽ വരണം. അവൻ ആരാണെന്ന് മനസ്സിലാക്കി അവൻ്റെ അടുക്കലേക്ക് വരണം. നെഹമ്യാവിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ഹനാനി മുതലായ ആളുകൾ ദേശത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് വാർത്ത പങ്കുവയ്ക്കാൻ വന്നു. ആ വാർത്ത കേട്ട് നെഹമ്യാവിനെ വായിക്കുന്നത്, അവനിരുന്ന് കരഞ്ഞു. കുറേ നാൾ ഉപവസിച്ചും ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? സ്വർഗത്തിലെ ദൈവത്തോട്, മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് വിളിച്ചാ പ്രാർത്ഥിച്ചത്. അവൻ പറയുകയാണ്, എൻ്റെ ദൈവം ആരാണ്? അവൻ മഹാനായ ദൈവമാണ്, അവൻ ഭയങ്കരനായ ദൈവമാണ്. ഐ ഹാവ് എ സോവറിൻ ഗോഡ്. പരമാധികാരിയായ ദൈവമാണ്. സൻബല്ലത്തും തോബിയാവിനും തോൽപ്പിച്ചുകൊണ്ട് ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ തീർച്ചയായിട്ടും എന്നിലൂടെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വാസത്തോടെയാണ് അവൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിക്കണം, ദൈവത്തെ അറിഞ്ഞ് വിളിക്കണം, ദൈവത്തെ അറിഞ്ഞടുത്ത് ചെല്ലണം. വെറുതെ പ്രാർത്ഥിക്കരുത്, വെറുതെ വേദപുസ്തകം വായിക്കരുത്, വെറുതെ സ്തോത്രം പറയരുത്, വെറുതെ ആരാധനയ്ക്ക് വരരുത്, രാഴ്ച വിളിച്ചുകൊണ്ട് വരരുത്, ചൊവ്വാഴ്ച പ്രാർത്ഥനയുണ്ടല്ലോ എന്ന് വിചാരിച്ച് വരരുത്. ഇതൊരു പതിവായൊരു ചടങ്ങായി തീരാൻ പാടില്ല. ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കണം. തിരിച്ചറിവിൻ്റെ സ്പർശനമാണ്. ഷീ ടച്ച്ഡ് ഔട്ട് ഓഫ് കൺവിക്ഷൻ. അവൾക്കറിയാം, ഈ കർത്താവിനെ തൊട്ടാൽ സൗഖ്യം തീർച്ചയായിട്ടും ലഭിക്കും. തിരിച്ചറിവിൻ്റെ സ്പർശനമാണ് അവളിൽ കാണാൻ കഴിയുന്ന ഒന്നാമത്തെ പ്രത്യേകത. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞ് നാം പ്രാർത്ഥിക്കണം. കഷ്ടതയുടെ പാരമ്യത്തിലൂടെ യാത്ര ചെയ്ത പൗലോസ് അപ്പോസ്തലൻ എത്ര ധൈര്യത്തോടെ പ്രകാരം പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ടെന്താ പറയുന്നത്? അവൻ എൻ്റെ ഉപനിധി അവസാനം വരെ കാക്കാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എൻ്റെ ഉപനിധി എന്ന് പറഞ്ഞാൽ മൈ ഡെത്ത്ലെസ് സോൾ എന്നാണ്. എൻ്റെ ഡെത്ത്ലെസ് സോൾ, എൻ്റെ ആത്മാവിനെ സംരക്ഷിപ്പാൻ പര്യാപ്തനായ ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന് നന്നായിട്ട് അറിയാം. എൻ്റെ ശരീരത്തിന് മാത്രമാണ് അടിയേൽക്കുന്നത്, എൻ്റെ ശരീരമാണ് അപമാനിക്കപ്പെടുന്നത്. കോൽ കൊണ്ട് അടിയേൽക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ കൈകാലുകൾ ആമത്തിൽ പൂട്ടപ്പെടുമ്പോൾ, പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് പറയുന്നത്, സാരമില്ല, എൻ്റെ ശരീരത്തിൽ ശൂലമുണ്ട്, അതും സത്യമാണ്. ഇതൊന്നും എൻ്റെ ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇതെല്ലാം പുറമേയുള്ള അനുഭവങ്ങളാണ്. എൻ്റെ ആത്മാവിനെ ആ ദിവസം വരെ കാക്കാൻ ശക്തനായ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. തിരിച്ചറിവിൻ്റെ സ്പർശനമാണ്.
ഈ സ്ത്രീയിൽ കാണാൻ കഴിയുന്ന ഒന്നാമത്തെ പ്രത്യേകത. ഹല്ലേലൂയ. രണ്ടാമതായി നമ്മുടെ മനസ്സിലാക്കുന്ന ഒരനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയനുറുക്കത്തിൻ്റെ സ്പർശനമാണ്. ഹൃദയനുറുക്കത്തിൻ്റെ സ്പർശനമാണ് അവളുടെ സ്പർശനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. ടച്ചിങ് ഔട്ട് ഓഫ് ബ്രോക്കൺനെസ്. അവൾ ഹൃദയം തകർന്നവളായിട്ടാണ് കർത്താവിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അവൾക്ക് പറയാൻ ബലമായി ഒന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, വെറുതെ നാം വായിച്ചു വിടരുതേ, വെറുതെ നാം കാണാതെ പിടിച്ച് പറയരുതേ. എന്താ അവിടെ പറയുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഹൃദയനുറുക്കത്തോടെ ആര് തമ്പുരാന്റെ പാദപീഠത്തിൽ അടുത്തു വരുന്നു, കർത്താവ് അവന് സമീപസ്ഥനാണെന്നുള്ളത് വചനം നമുക്ക് നൽകുന്ന വലിയ വലിയ ആഹ്വാനമാണ്, വലിയ പ്രത്യാശയാണ്, വലിയ വാഗ്ദാനമാണ്. നമ്മളതിനെ മുറുകെ പിടിപ്പാൻ തക്കവണ്ണം ഇടയാകണം. അവൾ ഹൃദയനുറുക്കത്തോടെയാണ്. കാരണം അവൾക്ക് ബലമായി പറയാൻ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയവളാണ്. നമ്മൾ വായിക്കുന്നത്, മുതൽ എല്ലാം വൈദ്യന്മാർ കൊടുത്തു, ആസ്തി മുഴുവൻ നഷ്ടപ്പെട്ടു. നീ മുതലൊന്നുമില്ല, മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. 2, അവളുടെ ആരോഗ്യം മുഴുവൻ ചോർന്നുപോയി. 12 വർഷമായി ഈ മാരക രോഗത്തിന് പിടിയിലമർന്നവളാണ്. അവളുടെ ആരോഗ്യം മുഴുവൻ ചോർന്നുപോയി, അവളുടെ ആസ്തി മുഴുവൻ ചോർന്നുപോയി, ആരോഗ്യം ചോർന്നുപോയി. 3, അവളുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു. അവൾക്ക് ആരുടെ മുഖത്ത് നോക്കാനുള്ള ബലമില്ല, ധൈര്യമില്ല, ത്രാണിയില്ല. ന്യായപ്രമാണപ്രകാരം വിലക്കുള്ള രോഗമാണ്. അവളുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു കാര്യം നഷ്ടപ്പെടാതെ അവൾ കാത്തു സൂക്ഷിച്ചു. എന്നാണ്? അവളുടെ ആശ നഷ്ടപ്പെട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആശ നഷ്ടപ്പെട്ടാലും, ആരോഗ്യം ചോർന്നു പോയാലും, ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയാലും സാരമില്ല. ആശ, ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം, പ്രത്യാശ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിപ്പാൻ കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മിൽ അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിന് ഈ സ്ത്രീയുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യപത്രമായി നാം മനസ്സിലാക്കണം. അവൾ ഹൃദയനുറുക്കത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു എന്നുള്ളത് രണ്ടാമതായി നാം കാണുന്ന അനുഭവമാണ്. മൂന്നാമതായി ഈ വേദഭാഗം നമുക്ക് നൽകുന്ന പാഠം, അവൾ വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടു എന്നുള്ളതാണ്. അവളെ സംബന്ധിച്ച് യേശു കർത്താവ് വൺ ഓഫ് ദി ചാൻസ് അല്ല, വൺ ഓഫ് ദി ഓപ്ഷൻ അല്ല. യേശു കർത്താവ് അവളുടെ ലാസ്റ്റ് ഓപ്ഷനാണ്. 12 വർഷമായി രോഗം ബാധിച്ച് സുഖമാകാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ച് യേശു കർത്താവ് ദി ലാസ്റ്റ് ഓപ്ഷനാണ്. ഇനിയും വേറൊരു വഴിയില്ല അവൾക്ക്. അതുകൊണ്ടാണ് അവൾ ആവലോടെ, ആഗ്രഹത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ ചോദിച്ചത്, എന്നെ ആരാണ് തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, തിക്കിത്തിരക്കുന്ന ആളുകളുടെ നടുവിൽ ആര് നിന്നെ തൊട്ടില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എന്നാൽ കർത്താവ് പറഞ്ഞത്, അങ്ങനെ എന്നെ തൊട്ടവരെ കുറിച്ചല്ല, തിക്കിത്തിരക്കുന്നവരെ കുറിച്ചല്ല, പുരുഷാരത്തെ കുറിച്ചല്ല, വെറുതെ വന്നവരെ കുറിച്ചല്ല, ഒരു ആചരണത്തിന്റെ ഭാഗമായി കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചല്ല, ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ കുറിച്ചല്ല. യേശു തമ്പുരാൻ വ്യക്തമായി പറഞ്ഞു, എന്നെ ആരോ തൊട്ടെങ്കിൽ അതിന് തെളിവെന്താണ്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ഹല്ലേലൂയ. എന്നെ ആത്മാർത്ഥമായി ആഴമേറിയ വിശ്വാസത്തോടെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവനിലേക്ക് ശക്തി പുറപ്പെടുമെന്നുള്ളത് യേശു അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും കർത്താവിന്റെ സന്നിധിയിൽ ഒരു ആചരണത്തിന്റെ ഭാഗമായി, റിച്വൽ എക്സ്പീരിയൻസിന്റെ ഭാഗമായി, ഒരാൾക്കൂട്ടത്തിന്റെ ഭാഗമായി, പുരുഷാരത്തിന്റെ ഭാഗമായി വരാനുള്ളവരല്ല. അങ്ങനെ വരാൻ പാടില്ല. യേശു തമ്പുരാൻ പറയുന്നത് പുരുഷാരത്തെ കുറിച്ചല്ല, എന്നെ ആരോ തൊട്ടവനിലേക്ക് ശക്തി പുറപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രി ചേർന്ന് വന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അപ്രകാരം വിശ്വാസത്തോടെ ആര് ഈ രാത്രി തമ്പുരാനെ തൊടുന്നു, അവനിലേക്ക് ശക്തി പുറപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്രയോ അനുഭവങ്ങൾ, എത്രയോ സാക്ഷ്യങ്ങൾ ഈ പ്രാർത്ഥനാ വേളയിൽ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് പ്രിയപ്പെട്ട രാജ്യാൻ ഒന്നൊന്നായി പങ്കുവെക്കുകയുണ്ടായി. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ പ്രിയമുള്ളവരെ. അവന്റെ മഹത്വ സന്നിധിയിലാണല്ലോ നാം ചേർന്ന് വന്നിരിക്കുന്നത്. ആ വിശ്വാസത്തോടെയാണ് അന്ന് അവളെ യേശുവിനെ തൊട്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 3 കാര്യം ഞാൻ പറഞ്ഞു. അവൾ യേശു കർത്താവിനെ എങ്ങനെയാണ് സമീപിച്ചത്? 1, ഷീ ടച്ച് ഔട്ട് ഓഫ് കൺവിക്ഷൻ. അവൾ തിരിച്ചറിവോടെ യേശു ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ യേശുവിനെ തൊട്ടവളാണ്. 2, ഷീ ടച്ച്ഡ് ഔട്ട് ഓഫ് ബ്രോക്കൺനെസ്. അവൾ ഹൃദയനുറുക്കത്തോടെ യേശുവിനെ തൊട്ടവളാണ്. 3, ഷീ ടച്ച്ഡ് ഔട്ട് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന് ആഴത്തോടെ അവൾ യേശുവിനെ തൊട്ടവളാണ്.
പുറപ്പെട്ടുകൊണ്ടാണ്, അവളിലേക്ക് ശക്തി പുറപ്പെട്ടു എന്ന് ഈ വേദഭാഗം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് പാലസ്തീൻ നാട്ടിൽ നടന്ന ഒരു സംഭവമായി മാത്രം അവശേഷിക്കാതെ അതെൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന് അനുഭവമായി മാറാൻ, ദൈവമേ ഞങ്ങളും അപ്രകാരം നിന്റെ അടുക്കലേക്ക് അടുത്തു വരാൻ, നിന്നിലൂടെ അല്ലാതെ രക്ഷ സാധ്യമല്ല, നിന്നിലൂടെ അല്ലാതെ സൗഖ്യം സാധ്യമല്ല എന്ന് ആഴമായി വിശ്വസിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. അവനിൽ ആഴമേറിയ പ്രത്യാശയും അവനിൽ ആഴമേറിയ വിശ്വാസവും നമുക്ക് ആവശ്യമാണ്. പെരുമ്പാവൂരിനടുത്തുള്ള ഒരു യാക്കോബായ സഭയുടെ കൺവെൻഷനാണ്. ധാരാളം ആളുകൾ ആ കൺവെൻഷൻ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാനാണ് പ്രസംഗിച്ചത്. പ്രസംഗം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്ന ഒരു ദമ്പതിമാർ, ഭർത്താവിനൊരു 60 വയസ്സിനടുത്ത് പ്രായമുണ്ട്, ഭാര്യ ഒപ്പമുണ്ട്, 4 വയസ്സോളം പ്രായമുള്ളൊരു കുഞ്ഞ് അവിടെ കൂടെ അമ്മയുടെ കൈ പിടിച്ചിട്ടുണ്ട്. പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞ് മോളുടെ കുഞ്ഞാണോ മോൻ്റെ കുഞ്ഞാണോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലച്ചാ ഞങ്ങളുടെ കുഞ്ഞാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, കാരണം അവർക്കൊരു 10-60 വയസ്സ് പ്രായമുണ്ട്, ഈ കുഞ്ഞിനൊരു 3-4 വയസ്സേ പ്രായമുള്ളൂ, കൊച്ചുമകളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലച്ചാ, ഭർത്താവ് പറയുകയാണ്, അച്ഛാ ഞാനിവിടെ ഒരു ഇലക്ട്രിക്കൽ കട നടത്തുന്നു, ഭാര്യയ്ക്ക് ജോലിയൊന്നും ഇല്ല, ഞങ്ങൾ 2 പേരും മോളും മാത്രമേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 27 കൊല്ലം ആരോടും പരാതി പറയാതെ, ഒരു ആശുപത്രിയും കയറി ഇറങ്ങാതെ, തമ്പുരാൻ കൂട്ടിച്ചേർത്ത കരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വിരിച്ചിട്ട വായിൽ 27 കൊല്ലം പ്രാർത്ഥിച്ച് ദൈവം തന്ന ദാനമാണിത്. ഞങ്ങളുടെ സ്നേഹമോൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. അത്ഭുതത്തോടെ ഞാൻ അവരെ കേട്ടു. 27 കൊല്ലം പറഞ്ഞ വാക്കിതാണ് ഞാൻ ഇന്ന് ഓർക്കുന്നു. ആരോടും പരാതി പറയാതെ, ദൈവത്തോടും പരാതി പറയാതെ തമ്പുരാൻ കൂട്ടിച്ചേർത്ത് ഈ ഭാര്യയുടെ കരം ചേർത്ത് പിടിച്ച് വിരിച്ചിട്ട പായയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ കണ്ണുനീർ കണ്ട് മറികടക്കാതെ തന്ന ദാനമാണ്. മോൾക്ക് 4 വയസ്സുണ്ട്. സ്നേഹമോൾ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ഞാൻ ചോദിച്ചു, ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥിക്കാം? ഇല്ല പ്രാർത്ഥനാ വിഷയം പറഞ്ഞില്ലല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് വിട്ടുമാറാത്ത വയറുവേദന, പല ആശുപത്രികളിലൊക്കെ ഇവിടെ പരിശോധിച്ചു. അവസാനം കഴിഞ്ഞയാഴ്ചയാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു. അവിടുത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, അവളുടെ ചെറുകുടലിൽ ക്യാൻസറാണ്. അതാ പ്രാർത്ഥനാ വിഷയം. ചെറുകുടലിൽ ക്യാൻസറാണെന്ന് ഡോക്ടർ ചേംബറിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഇപ്രകാരം പറഞ്ഞു, എടി നിരാശപ്പെടരുത് കേട്ടോ, വിരിച്ചിട്ട പായം മടക്കിയിട്ടില്ല കേട്ടോ, വീട്ടിലതൊന്നും വിരിച്ചിട്ട പായം മടക്കിയിട്ടില്ല. നമുക്ക് വീണ്ടും ആ പായയിൽ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. ഈ കൃപയിൽ നിൽക്കാൻ വേണ്ടി അച്ഛനും പ്രാർത്ഥിക്കണം. അതിനാ വന്നത്. എന്തൊരു സാക്ഷ്യമാണ്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ പ്രിയരെ. ആര് വിശ്വസിക്കുന്നു? മുമ്പിൽ ചെങ്കടലാണ് മോശ, പിമ്പിൽ വൻ സൈന്യമാണ്. ഫറവോന്റെ വാളിൻ്റെ വായ്ത്തലയാൽ ഞാനും എൻ്റെ ജനം കൊല്ലപ്പെടണമോ? ഈ കടലിൽ ചാടിച്ചാകണമോ? എന്ത് വേണം തമ്പുരാനെ? മോശേ, നിന്റെ കരം ഈ കടൽമേൽ നീട്ടുക. കടലിന്മേൽ കരം നീട്ടിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ച ചരിത്രം വേദപുസ്തകത്തിലുണ്ടോ? പിതാക്കന്മാരുടെ കാലത്തുണ്ടോ? ഒന്നുമില്ല. എന്നാൽ തമ്പുരാൻ പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ ഒരു ഭോഷനെ പോലെ കരം നീട്ടി. ഹല്ലേലൂയ! ദൈവത്തിന് വേണ്ടി ഭോഷന്മാരാകാൻ സന്നദ്ധതയുള്ളവരെയാണ് തമ്പുരാന് വേണ്ടത്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു ഭോഷനെ പോലെ കരം നീട്ടിയപ്പോൾ ചെങ്കടലിൽ ചെങ്കൽപ്പാല ഒരുക്കപ്പെട്ടില്ലേ പ്രിയരെ? അതേ ദൈവമല്ലേ ഇന്ന് നമ്മുടെ ദൈവം? അതേ ദൈവത്തിന്റെ സന്നിധിയിലല്ലേ നാം ഈ രാത്രി റാന്നി പട്ടണത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ ചേർന്ന് വന്നിരിക്കുന്നത്? അതേ ദൈവത്തിന്റെ പാദപീഠത്തിലല്ലേ
ഹല്ലേലൂയ. എന്തിനാ നിരാശപ്പെട്ട് മടങ്ങുന്നത്? എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ടച്ച് ഔട്ട് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തോടെ ആരടുത്ത് വന്നാലും അവർക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ സ്ത്രീക്ക് ലഭിച്ച പദവി എന്താണെന്ന് കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം. നാലാമത്തെ ഭാഗം, ഈ വേദഭാഗം നമുക്ക് നൽകുന്ന അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അവൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. 34-ാമത്തെ വാക്യം, യേശു അവളോട്, അതിനു മുമ്പേ അവളെ തന്നെ മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന് ബോധ്യപ്പെട്ട് അവൾ യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണ് അവൻ്റെ മുമ്പിൽ വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞുവെന്ന് 33-ാമത്തെ വാക്യത്തിലുണ്ട്. സൗഖ്യം പ്രാപിച്ചാൽ അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. സൗഖ്യം പ്രാപിച്ചാൽ, കർത്താവിനെ വിടുതൽ അനുഭവിച്ചാൽ, കർത്താവിനെ അനുഭവിച്ചറിയാൻ നിനക്ക് അവസരമുണ്ടായാൽ നീ അടങ്ങിയിരിക്കുകയില്ല, നീ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നീ സൗഖ്യമുള്ളവളാണെങ്കിൽ മറഞ്ഞിരിക്കാൻ പാടില്ല, മറഞ്ഞിരുന്ന് മടങ്ങിപ്പോകാനുള്ളവളല്ല. ആളുകൾ അറിയട്ടെ ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന്, ഈ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന്, ഏത് സെറിമോണിയിൽ ഇമ്പ്യൂരിറ്റിയും പരിഹരിപ്പാൻ പര്യാപ്തനായ ദൈവമാണെന്ന് ഈ പുരുഷാരം കേൾക്കട്ടെ. അവൾ വസ്തുത മുഴുവൻ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൾക്ക് ലഭിച്ച പദവി എന്താണ്? ഒന്ന്, മകൾ എന്ന പദവി. ദി പൊസിഷൻ ആസ് ഡോട്ടർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൾക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഭവം അതാണ്. മകൾ എന്ന പേര് അവൾക്ക് ലഭിച്ചു. വന്നതെങ്ങനെയാണ്? പേരില്ലാത്തവളായിട്ടാണ്. അവളുടെ ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു വന്നപ്പോൾ. അവളുടെ പേരെന്തായിരുന്നു? രക്തസ്രവക്കാരി സ്ത്രീ. അവളുടെ ഇല്ലായ്മയായിരുന്നു അവളുടെ പേര്, അവളുടെ ബലഹീനതയായിരുന്നു അവളുടെ പേര്, അവളുടെ രോഗമായിരുന്നു അവളുടെ പേര്, അവളുടെ പ്രശ്നമായിരുന്നു അവളുടെ പേരെങ്കിൽ അവളോട് പറയുകയാണ്, ഇനി മേലാൽ നിനക്കാര്യമില്ലെന്ന് പറയരുത്, നിനക്കൊരു കർത്താവുണ്ട്, ഞാൻ നിന്റെ അപ്പനാണ്, നീ എൻ്റെ മകളാണ്, യു ആർ മൈ ഡോട്ടർ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൾക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം അതാണ്. മകൾ എന്ന പദവി. പേരില്ലാത്തവളായി വന്നെങ്കിൽ മടങ്ങിപ്പോകുന്നത് യേശു കർത്താവിൻ്റെ മകൾ എന്ന പദവിയുമായിട്ടാണ്. ഓ ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധികളെ എല്ലാം പദ്ധതികളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ പ്രതിസന്ധികളെല്ലാം പദ്ധതികളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഇല്ലായ്മകളെ ഉണ്മയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ അസാധ്യമായി ഒന്നുമില്ല. അവൾ ഒന്നുമില്ലാത്തവളായി വന്നെങ്കിൽ അവൾ മകളായി മടങ്ങിപ്പോവുകയാണ്. രണ്ടാമതായിട്ട് നാം ഇവിടെ കാണുന്നത് എന്താണ്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷയുടെ ഉറപ്പ്, ദി അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. നീ രക്ഷയ്ക്ക് വേണ്ടി നീ എങ്ങും ഇനി ഓടിപ്പോകേണ്ട കാര്യമില്ല. ഇനി വൈദ്യന്മാരുടെ അടുക്കൽ പോകേണ്ട കാര്യമില്ല. വിടുതലിന് വേണ്ടി നീ ആരെയും സമീപിക്കേണ്ട കാര്യമില്ല. ദി അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഉറപ്പ് അവൾക്ക് ലഭിച്ച രണ്ടാമത്തെ ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മൂന്നാമതായി നാം ഇവിടെ വായിക്കുന്നത് സമാധാനത്തോടെ പോവുക. സമാധാനത്തോടെ പോവുക. എന്ത് സമാധാനമാണ്? നിത്യമായ സമാധാനമാണ്. ഇറ്റേണൽ പീസാണ്. ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത, ആർക്കും എടുക്കാൻ കഴിയാത്ത നിത്യമായ സമാധാനം പ്രാപിപ്പാൻ കഴിയുന്നത് തമ്പുരാന്റെ പാദപീഠത്തിൽ മാത്രമാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരുന്ന് മാർത്തയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞത്, നോക്കുക, മറിയെ നോക്കുക, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? അതാരും അവളോട് അപഹരിക്കുകയില്ല. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു ജീവിത അനുഭവത്തിനും അടർത്തിയെടുക്കാൻ പറ്റാത്ത, അപഹരിക്കാൻ പറ്റാത്ത നല്ല അംശം പ്രാപിപ്പാൻ കഴിയുന്നത് തമ്പുരാന്റെ പാദപീഠത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ. മറ്റൊരിടത്തും രക്ഷയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിത്യമായ സമാധാനത്താൽ തമ്പുരാൻ അവളെ അനുഗ്രഹിക്കുകയാണ്. നാലാമത് അവൾക്ക് ലഭിച്ച ബ്ലെസ്സിങ് ആണ്. എന്നിട്ട് അവളോട് പറയുന്നു, ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ദി സ്പിരിറ്റ് ഓഫ് സെറനിറ്റി. സ്വസ്ഥമായ ഒരു ജീവിതം. ഭാരപ്പെടേണ്ട കാര്യമില്ല. പറഞ്ഞിനി പ്രതിസന്ധി ഉണ്ടാകത്തരുന്നല്ല. പ്രതിസന്ധി ഉണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, രോഗമുണ്ടാകാം, ഭാരമുണ്ടാകാം. എന്നാൽ നിന്റെ ഉള്ളിൽ പകരപ്പെട്ട സമാധാനമുണ്ടല്ലോ, നിനക്ക് സ്വസ്ഥതയിലേക്ക് നിന്നെ നയിക്കുന്ന സമാധാനത്താൽ നിറയപ്പെട്ടവളാണെന്ന് യേശു തമ്പുരാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്.
ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ഈ രാത്രി ദൈവസന്നിധിയിൽ ചേർന്ന് വന്നത് വെറുതെ ഒരു ചടങ്ങായി, ഒരാചരണമായി തീരാനിടയാകരുതേ. ഒരു ചെറിയ വേദഭാഗമാണ്, വളരെ പരിചിതമായൊരു വേദഭാഗമാണ്. നാം കേട്ടിട്ടില്ലാത്ത പ്രസംഗമൊന്നുമല്ല. പുതിയ കാര്യങ്ങളൊന്നും അച്ഛൻ പറയാനായിട്ട് ശ്രമിച്ചില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർമ്മപ്പെടുത്താൻ മാത്രമേ അച്ഛൻ ശ്രമിച്ചുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ വചനം നമ്മെക്കുറിച്ച് തന്നെയല്ലേ? ഇത് നമ്മിൽ നിറവേറപ്പെടേണ്ട വചനമല്ലേ? കർത്താവേ, ഞങ്ങളൊന്ന് വചനം കേൾക്കുന്നവരായിട്ടല്ല, പിന്നെയോ ആ സ്ത്രീയെ പോലെ തിരിച്ചറിവോടെ നിന്റെ അടുക്കൽ വരാൻ, ഔട്ട് ഓഫ് കൺവിക്ഷൻ എൻ്റെ കർത്താവിനെ തിരിച്ചറിഞ്ഞ് അടുത്ത് വരാൻ, വെറുതെ പ്രാർത്ഥിക്കാനല്ല, വെറുതെ വേദപുസ്തകം വായിക്കാനല്ല, വെറുതെ കുടുംബ പ്രാർത്ഥന നടത്താനല്ല, വെറുതെ ആരാധിക്കാൻ വേണ്ടിയല്ല, വെറുതെ ഉപവസിക്കാൻ വേണ്ടിയല്ല, അതിനല്ല കർത്താവെ, നിന്നെ രുചിച്ചറിഞ്ഞ് യഥാർത്ഥമായി ബോധ്യപ്പെട്ട് നിന്റെ അടുക്കൽ വരാൻ ഉള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഹൃദയം നുറുങ്ങിയവർക്ക് നീ സമീപസ്ഥനാണെങ്കിൽ, എനിക്കും ഹൃദയഭാരമുണ്ട്, ഹൃദയത്തിന് വേദനയുണ്ട്, ആളുകൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഹന്ന പറഞ്ഞതുപോലെ ഞാൻ വീഞ്ഞു കുടിച്ചവളല്ല, ഞാൻ ലഹരി പിടിച്ചവളല്ല, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. എൻ്റെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിൽ നുറുക്കത്തോടെ പകർന്നു വെച്ചപ്പോൾ ഉടമ്പടിയുടെ സന്താനത്തെ പ്രാപിപ്പാൻ ദൈവം തമ്പുരാൻ അവളുടെ ഉദരത്തെ ഒരുക്കിയില്ലേ പ്രിയമുള്ളവരെ? ആ ദൈവത്തിൽ തന്നെയല്ലേ നാം ഇന്നും വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ പൂർണ്ണമായി ശരണപ്പെടാം. വിശ്വാസത്തോടെ അവൾ അടുത്തു വന്നു. വിശ്വാസം അവൾക്ക് അനുഭവമായി മാറുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രി നാം കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. നാം ഇരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് തലകളെ ഉണക്കാം പ്രാർത്ഥനയ്ക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠം ചേർന്ന് വന്ന് അങ്ങേ ആരാധിപ്പാൻ, കർത്താവേ, അങ്ങയുടെ പാദപീഠം ചേർന്ന് വന്ന് കർത്താവേ, അനേകർക്ക് വേണ്ടി മധ്യസ്ഥയണപ്പാൻ, അനേകരുടെ ജീവിക്കുന്ന സാക്ഷ്യം കേൾക്കുവാൻ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഈ രാത്രി ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യ പദവിക്കായി നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളോട് ഈ രാത്രി വ്യക്തമായി വ്യക്തിപരമായി ഇടപെട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഭാരത്തോടെ വന്നവരുണ്ട്, വേദനയോടെ വന്നവരുണ്ട്, ആകുലചിന്തയാൽ വന്നവരുണ്ട്, വിവിധങ്ങളായ വിഷയങ്ങളുമായി അടുത്തു വന്നവരുണ്ട്. നീ അവർക്കെല്ലാം നൽകിയ വലിയ പ്രത്യാശയുടെ ദൂതനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. രക്തസ്രവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കിയ കർത്താവ് തന്നെയാണല്ലോ ഇന്ന് ഞങ്ങളുടെ കർത്താവ്. കർത്താവെ, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ അവിടെ അടുത്തു വന്നതുപോലെ തിരിച്ചറിവോടെ, ഹൃദയനുറുക്കത്തോടെ, വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിൽ അടുത്തു വരുന്ന കർത്താവേ, ദൈവമേ, നീ നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ച് മടങ്ങിപ്പോകാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചേർന്നു നല്ല നിന്റെ മക്കളെയും വ്യക്തികളായി കുടുംബങ്ങളായി കർത്താവ് അനുഗ്രഹിക്കണം. ഈ ദേശത്തെ കർത്താവെ, അനേകർക്ക് വേണ്ടി ഇടപെടുന്ന പ്രാർത്ഥിപ്പാൻ, അനേകർക്ക് സൗഖ്യം പകർന്നു കൊടുക്കാൻ, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, അനേകർക്ക് സുവിശേഷം പ്രഘോഷണം ചെയ്യാൻ കർത്താവെ, ഈ കൂട്ടായ്മ എന്നും ശക്തിപ്പെടുന്നതിന് മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ ഈ ആരാധന ഈ കൂടെ ഒരു മുഖാന്തരമായി തീരണം. എല്ലാ മഹത്വവും കർത്താവിന്. മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണ തോന്നി കേൾക്കുമാറാകണമേ.